നമസ്കാരം. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള SEOയുമായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ അത് അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ചരിത്രം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഹിസ്റ്ററി അഥവാ അതിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൂഗിളിൻ്റെ ചരിത്രവും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഗൂഗിൾ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ആദ്യകാലത്ത് അതിൻ്റെ ഉപജ്ഞാതാക്കളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ കോളേജിലുള്ള അവരുടെ പാഠ്യവിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ഗൂഗിൾ. അവരാദ്യം അത് ലൈവ് ആക്കിയത് അവർ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സബ് ഡൊമൈനായിട്ടായിരുന്നു. പിന്നീടാണ് അവർ പഠിത്തം കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ പല കമ്പനികളിൽ ജോയിൻ ചെയ്തു. അവരൊക്കെ തിരിച്ചു വന്ന് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നത് അതിനുശേഷമാണ്. ആദ്യകാലത്ത് ഗൂഗിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതേ സമയത്തിന് റിസൾട്ട് തരത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്, ഒരു ഇമെയിൽ ID-യിലേക്ക് 24 hours ഗൂഗിളിൻ്റെ റിസൾട്ട് അയച്ചു തരുന്ന ഒരു രീതിയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. അപ്പം ഗൂഗിളിൻ്റെ ചരിത്രം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. SEOയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യകാലത്ത് ഗൂഗിൾ അത്ര ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനായിട്ട് ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് പ്രചരിക്കപ്പെട്ടില്ല. എന്നാൽ അന്ന് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന യാഹു പോലെയുള്ള വെബ്സൈറ്റുകളൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. ഗൂഗിൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന തരത്തിലേക്ക്, ഗൂഗിൾ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന സെർച്ച് എഞ്ചിൻ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2001 സെപ്റ്റംബറിൽ നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ വേൾഡ് ട്രേഡ് സെൻറ്ററിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയുണ്ടായി. ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് മതിയായിട്ടുള്ള ഒരു വിവരം, വേൾഡ് ട്രേഡ് സെൻറ്ററിനെ പറ്റി മതിയായിട്ടുള്ള ഒരു വിവരം കൊടുക്കാൻ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിന് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ഗൂഗിൾ കണക്കാക്കുകയും ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസ് ഈ ഇഷ്യൂവിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ചെയ്തു. ഈ ഒഫീഷ്യൽ മീറ്റിങ്ങിനകത്ത് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസ് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സെർച്ചിന് മതിയായിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കാൻ ഗൂഗിളിന് പറ്റിയിരുന്നില്ല എന്നുള്ളതായിരുന്നു. ശരിക്ക് അന്ന് ഗൂഗിളിന് മിക്ക പേജുകളും ക്രോളബിൾ ആയിരുന്നില്ല. വെബ്സൈറ്റിൻ്റെ പേജുകളെ ക്രോൾ ചെയ്യുന്ന ഗൂഗിളിൻ്റെ റോബോട്ട്സ് അഥവാ ഗൂഗിൾ ബോട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിന് അന്നുണ്ടായിരുന്ന മിക്ക വെബ്സൈറ്റുകളും ഈസി ആയിട്ട് ക്രോൾ ചെയ്ത് അതിനെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്നാപ്ഷോട്ട് എടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാച്ച് എടുത്ത് ഇൻഡെക്സ് ചെയ്യാൻ അന്ന് ഗൂഗിളിന് പറ്റിയിരുന്നില്ല. അപ്പം ഈ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് ഗൂഗിളിൻ്റെ മീറ്റിങ്ങിനകത്ത് ഈ ക്വസ്റ്റ്യന് മറുപടിയായിട്ട് സെർച്ച് എഞ്ചിനീയേഴ്സ് പറഞ്ഞ മറുപടി, അന്നുണ്ടായിരുന്ന വെബ്സൈറ്റുകൾ ക്രോളബിൾ ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ വേൾഡ് ട്രേഡ് സെൻറ്ററിനെ പറ്റി ഇൻഫോ കൊടുത്തിരിക്കുന്ന പേജസ് ഒന്നും ഗൂഗിളിന് ക്രോളബിൾ ആയിരുന്നില്ല. ഗൂഗിൾ ബോട്ട്സിന് അഥവാ ഗൂഗിളിൻ്റെ വെബ് ക്രോളർ എന്ന് പറയുന്ന പ്രോഗ്രാമിന് അതിനെ ക്രോൾ ചെയ്ത് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയിരുന്ന രീതിയിലായിരുന്നില്ല. അത് കാരണം അതിനെപ്പറ്റിയുള്ള വിവരം ഗൂഗിളിൻ്റെ ഡാറ്റാബേസിനകത്ത് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ മതിയായിട്ടുള്ള ഒരു വിവരം കൊടുക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു സെർച്ച് എഞ്ചിനീയേഴ്സ് പറഞ്ഞത്. എന്നാൽ ഇതൊരു ചർച്ചയായിട്ട് മാത്രം ഒതുക്കി കൂട്ടാൻ ഗൂഗിളിന് അന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിന് ശരിക്കുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസ് എന്തുകൊണ്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ വെബ് പേജുകളെ ക്രോളബിൾ ആക്കാനായിട്ടുള്ള മാർഗങ്ങൾ, കൂടുതൽ വെബ് പേജുകളെ ഈസി ആയിട്ട് ഗൂഗിളിൻ്റെ വെബ് ക്രോളേഴ്സിനെ, അതൊരു പ്രോഗ്രാമാണ് വെബ് ക്രോളർ അഥവാ ഗൂഗിൾ ബോട്ട്, റോബോട്ട്സ്, സ്പൈഡർ എന്നൊക്കെ പറയാറുണ്ട്.
ഈ പ്രോഗ്രാമിന് എങ്ങനെ ഗൂഗിൾ വെബ്സൈറ്റിൻ്റെ പേജുകളെ ഈസി ആയിട്ട് ക്രോൾ ചെയ്യാം എന്നുള്ള ഒരു ക്വസ്റ്റ്യന് മറുപടിയായിട്ട് അന്ന് സെർച്ച് എഞ്ചിനീയേഴ്സ് പറഞ്ഞത് വെബ്സൈറ്റിൻ്റെ പേജുകളെ ക്രോൾ ചെയ്യുന്നതിന് ഗൂഗിളിന് വെബ്സൈറ്റുകളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യുന്ന വെബ് മാസ്റ്റേഴ്സ് വിചാരിക്കണം. വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഓണേഴ്സ് അഥവാ വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്ന വെബ് മാസ്റ്റേഴ്സ് വിചാരിക്കണം. അതിൻ്റെ ഡിസൈനേഴ്സോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരോ വിചാരിക്കണം. അതിൻ്റെ FTP കോഡ് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ അക്സസ് ഡീറ്റെയിൽസ്, യൂസർ നെയിമും പാസ്വേഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ തന്നെ വിചാരിക്കണം, വെബ് മാസ്റ്റേഴ്സ് വിചാരിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് സെർച്ച് എഞ്ചിനീയേഴ്സ് വന്നു. അന്നേരം ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസ് അടുത്തായി പറഞ്ഞ ഒരു സജഷനാണ്, എന്നാൽ വെബ് മാസ്റ്റേഴ്സിന് അവയർനെസ് കൊടുക്കാനായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് തുടങ്ങാമെന്നും വെബ് മാസ്റ്റേഴ്സിന് അവയർനെസ് കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് പുറത്തുവിടാമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ഒഫീഷ്യൽസ് മുന്നോട്ട് വെച്ചു. അന്നുണ്ടായിരുന്ന ഗൂഗിളിൻ്റെ സ്റ്റാഫുകളിൽ മിക്ക ആൾക്കാർക്കും ആ നിർദ്ദേശം അത്ര സ്വീകാര്യമായില്ല. അവർ പറഞ്ഞത് ഒപ്റ്റിമൈസേഷൻ പ്രാക്ടീസ്, വെബ്സൈറ്റുകളെ ഒപ്റ്റിമൈസ് ചെയ്ത് ഗൂഗിളിന് ക്രോളബിൾ ആക്കാനുള്ള പ്രാക്ടീസ് അവരുടെ സീക്രട്ട് ഫയൽസ് ആണെന്നും അത് പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കമ്പനിക്കുണ്ടാകും. കമ്പനി എന്നുള്ള നിലയ്ക്ക് കമ്പനിയുടെ സീക്രട്സ് പുറത്തു പോയാൽ കമ്പനിയുടെ നിലനിൽപ്പിനെ, എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ ചില ചർച്ചകൾ നടന്നെങ്കിലും ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസ് അവസാനം വെബ്സൈറ്റുകളെ ക്രോളബിൾ ആക്കുകയും അവരുടെ ഡേറ്റാബേസ്, ഗൂഗിളിൻ്റെ ഡേറ്റാബേസ് മാക്സിമം ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരുടെ വെബ് ക്രോളേഴ്സ് കൂടുതൽ പേജുകളെ ക്രോൾ ചെയ്ത് അവരുടെ ഡേറ്റാബേസ് ആൾക്കാർ എന്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മതിയായിട്ടുള്ള ഒരു വിവരം കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്ന രീതിയിൽ തന്നെ മാറ്റണമെന്നുള്ള നിർദ്ദേശമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അവസാനം അവർ വെബ് മാസ്റ്റേഴ്സ്, വെബ്സൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന വെബ് മാസ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഒപ്റ്റിമൈസേഷൻ പ്രാക്ടീസ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ തീരുമാനമാണ് SEO എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഏരിയ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ ഉടലെടുക്കാൻ വേണ്ടി കാരണമായത്. ഇന്ന് നമ്മൾ പഠിച്ചത് SEO എന്ന് പറയുന്ന അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റുകളെ ഒപ്റ്റിമൈസ് ചെയ്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കുന്ന, ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യിക്കുന്ന സാങ്കേതിക വിദ്യയായിട്ടുള്ള SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന പ്രാക്ടീസിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയാണ്. ഈ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഈ പ്രാക്ടീസ് വെബ് മാസ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ പുറത്തുവിട്ട ഡോക്യുമെൻറ്റുകളിലൂടെയാണ്. ഗൂഗിൾ SEO സ്റ്റാർട്ടർ ഗൈഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തതോടുകൂടി വെബ് മാസ്റ്റേഴ്സ് അഥവാ വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ പ്രാക്ടീസുകൾ അവരുടെ വെബ്സൈറ്റുകൾ പ്രാവർത്തികമാക്കാനും അതിനനുസരിച്ച് അവരുടെ വെബ് പേജുകളെ ഗൂഗിളിനെ ഈസി ആയിട്ട് ക്രോൾ ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും ഉള്ള ഒരു സാധ്യതയിലേക്ക് വഴിമാറി. ഇങ്ങനെയാണ് ഇത്രയുമാണ് SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് രൂപപ്പെടുന്നതിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി അഥവാ ചരിത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറ്റി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, വീഡിയോ ഒപ്റ്റിമൈസേഷൻ ഇങ്ങനെയുള്ള പല ഏരിയയിൽ ഇനി ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അറിവുകൾ കൂടുതൽ അറിയാൻ നിങ്ങൾ കൂടുതൽ ജിജ്ഞാസയുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ തന്നെ പുതുതായിട്ട് പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിനെ പറ്റി അറിയുന്നതിനും കേൾക്കുന്നതിനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി അലേർട്ട് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് മെയിലിൽ അലേർട്ട് കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.